ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്ന വളരെ ഈസി ആയൊരു ബനാന ഫ്രൈ ആയിട്ടാണ്. വളരെ ഈസിയാണ്, ഇത് കുഞ്ഞുങ്ങൾക്ക് ഉറപ്പായി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ഈസി ബനാന ഫ്രൈ ഉണ്ടാക്കാം. അതിനായി ഞാനിവിടെ എടുത്തേക്കുന്നത് നേന്ത്രപ്പഴമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ബനാന നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ വേണം നമ്മൾ ബനാന കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ബനാനകൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ബനാന നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബനാന ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നെയ്യ് ഒന്ന് ഉരുകി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. നെയ്യ് നമുക്ക് ഈ പാനിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. നെയ്യും പഞ്ചസാരയും ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നമ്മുടെ നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അടിഭാഗം മൊരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ നേന്ത്രപ്പഴം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഈ പഴവും നെയ്യും കൂടെ ചേരുമ്പോൾ ഒരു നല്ല മണം നമുക്കിവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. മറുഭാഗം ഇതേപോലെ മൊരിഞ്ഞു വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ബനാന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മറിച്ചിട്ട ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ജസ്റ്റ് ഗാർണിഷിനും ഒരു ടേസ്റ്റിനും വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങ തിരുവിയത് ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബനാന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ ബനാന ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.